Finding squares of the numbers ends with 0. 0 കൊണ്ട് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ് നമ്മളിന്ന് കാണുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ 10 സ്ക്വയർ, 100 സ്ക്വയർ ആൻഡ് 1000 സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ സ്ക്വയർ എന്താണെന്ന് പറയാം. സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ സെക്കൻഡ് പവറിനെയാണ് നമ്മൾ സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സെക്കൻഡ് പവർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 10, അതായത് 10നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് 10 സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ 10 ഇൻറ്റു 10 100 ആണ്. 100 നമുക്ക് കിട്ടുന്നത് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ 1ൻ്റെ ടേമിനെ 1 ഇൻറ്റു 1 1 എന്ന് തന്നെ എഴുതാം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എത്ര 0 ഉണ്ടോ അതിൻ്റെ ഡബിൾ 0 ആയിരിക്കണം നമ്മൾ ആൻസറിൽ കൊടുക്കേണ്ടത്. ഇവിടെ 10ന് ഒരു 0 ആയതുകൊണ്ട് ഇവിടെ ആൻസറിൽ 2 0 വന്നു. അതുപോലെ 100 സ്ക്വയർ നോക്കുവാണെങ്കിൽ 100 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 10,000 വന്നു. ഇതെങ്ങനെയാണ് വന്നത്? 100 സ്ക്വയറിൻ്റെ 100ൽ 2 0 ആണുള്ളത്. അപ്പോൾ 100 സ്ക്വയറിൽ അതിൻ്റെ ഡബിളായ 4 0 വരും. 1 ഇൻറ്റു 1 1 തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ 1 അങ്ങനെ തന്നെ ഇട്ടത്. അതുപോലെ 1000 സ്ക്വയറും സെയിം, 1000 3 0 ആണുള്ളത്. അതുകൊണ്ട് ആൻസറിൽ അതിൻ്റെ ഡബിൾ 6 0 ആയിട്ട് വന്നു. 1 ഇൻറ്റു 1 1 തന്നെ ആയതുകൊണ്ട് നമ്മൾ 1s അതുപോലെ തന്നെ ഇട്ടു. 1ൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ വേറെ ഏത് നമ്പർ വന്നാലും ഇതുപോലെ തന്നെയാണ്. ആ നമ്പറിനെ മാത്രം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എത്ര 0 ഉണ്ടോ ആ 0യുടെ ഡബിൾ നമ്പർ ആയിരിക്കും അതിൻ്റെ ആൻസറിൽ വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു 0 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിൽ 2 0 വരും. ക്വസ്റ്റ്യനിൽ 2 0 ആണുള്ളതെങ്കിൽ അതിൻ്റെ ആൻസറിൽ 4 0 വരും. ക്വസ്റ്റ്യനിൽ 3 0 ആണുള്ളതെങ്കിൽ അതിൻ്റെ സ്ക്വയറിൽ 6 0 വരും.